ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഈ വീഡിയോ നമ്മളുടെ ടൂളിൻ്റെ എഡ്യൂക്കേഷണൽ വീഡിയോയിൽ വരുന്ന പാർട്ട് 3 ആണ്. ഓക്കെ, ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ 2 ടൂളിൻ്റെ ഡിഫറൻസ് എന്താണെന്നായിരുന്നു. ഓക്കെ, അതിൽ നമുക്ക് ഡിഫെൻസീവും അഗ്രസീവിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്തുള്ള വ്യത്യാസങ്ങളെന്നും അതിൻ്റെ റീസണും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടൂളിൻ്റെ ഇൻപുട്ട് സെറ്റിങ്സിൽ വരുന്ന കുറച്ച് ഓപ്ഷനെ കുറിച്ചാണ്. ഓക്കെ, ഈ ടൂളിൻ്റെ ഇൻപുട്ട് സെറ്റിങ്സിലുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. 2 ടൂളിലും സെയിം തന്നെയാണ്. ബട്ട് ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്ന ബൈ സെൽ റെക്കമെൻഡേഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒരെണ്ണം പ്രോപ്പറായിട്ട് ഹയർ ടൈം ഫ്രെയിമിനെ കണക്ട് ചെയ്ത് ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റാണ്. 2 അഗ്രസീവിൽ വരുന്നത് കുറച്ചുകൂടെ അഗ്രഷൻ ആയിട്ടുള്ള എൻട്രീസ് ആണ്. അതായത് ഇത്രയും ടൈം ഫ്രെയിംസിനെ കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വരാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ടൂളിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. ഓക്കെ, നമ്മൾ മേക്ക് ചെയ്ത ടൂൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പേരുകളും പ്രൈവറ്റ് പേരുകൾ തന്നെയാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേരാണ്. നമ്മളുടെ ഇഷ്ടത്തിന്, നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇതിപ്പോൾ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് കിടക്കുന്നത്. ഇതാണ് നമ്മൾ നോർമലി ഇതിനെ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ബേസ് സ്ട്രക്ചർ. നമ്മുടെ സെറ്റിങ്സിനകത്തും ബേസ് സ്ട്രക്ചർ ഓൺ ആക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ സംഭവം വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡൈനാമിക് ആയിട്ട് നമ്മളുടെ കൂടെ മൂവ് ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ സ്റ്റാർ ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ബേസ് സ്ട്രക്ചർ സ്റ്റാർ ലൈൻ, ഈ ഒരു സംഭവത്തിനെ മൊത്തത്തിൽ ബേസ് സ്ട്രക്ചർ എന്നും ഇതിനെ സ്റ്റാർ ലൈൻ എന്നുമാണ് പറയുന്നത്. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ താഴത്തെ ഈ ഒരു ലൈനെ നമ്മൾ MTL എന്നാണ് പറയുന്നത്. മെയിൻ MTL എന്ന് പറയും. ഇത് നമുക്ക് മിഡിൽ MTL അല്ലെങ്കിൽ മൈനർ MTL. ഓക്കെ, ഇത് മെയിൻ MTLും മറ്റേത് മൈനർ MTLും. അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ മെയിൻ MTL വന്ന് ടച്ച് ചെയ്യുമ്പം മേ ബി ബൈ ചെയ്യും, അല്ലെങ്കിൽ മൈനറിൽ വരുമ്പം ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ സ്റ്റാർ ലൈൻ ഇന്ന കണ്ടീഷനിൽ നെഗറ്റീവ് ആകുമ്പം ആക്ഷൻ എടുക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അതപ്പം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇനി നേരെ സെറ്റിങ്സിലേക്ക് വരാം. സെറ്റിങ്സിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ഈ ഒരു സ്കോർ ബോർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. സ്കോർ ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം നമ്മളുടെ ഈ ഒരു ഡാഷ്ബോർഡിനെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡാഷ്ബോർഡിനെ തന്നെയാണ്. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹിൻ്റ് അവിടെ കിട്ടും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് ആൻഡ് ടോപ്പ് ബോട്ടം കാണിക്കും. അതായത് ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ ഇവിടെ വന്ന് കിടക്കും. മുകളിലാണ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുമ്പം ഇത് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നോ ഇഷ്യൂ, കുഴപ്പമില്ല. ഇൻ കേസ് മൊബൈലിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ മൊബൈലിലാകുമ്പം ഈ ഒരു സംഭവം നമ്മളുടെ പ്രൈസിൻ്റെ ഈ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുമ്പം നമ്മൾ കുറച്ച് ഡിസ്റ്റർബൻസ് ആണ് മുകളിൽ നിന്ന് കഴിയുമ്പോൾ നോർമലി. ഓക്കെ, അതുപോലെ ഇത് ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല. സോ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് താഴെ സെറ്റ് ചെയ്യാം, ലാപ്ടോപ്പിലാണെങ്കിലും മുകളിൽ താഴെയും വയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതുപോലെ ഈ ഒരു സ്കോർ ബോർഡ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നേരെ നിങ്ങൾ ഇൻപുട്ടിൻ്റെ അടുത്ത് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്ന് ടേബിളിനെ ഒന്ന് അൺചെക്ക് ചെയ്തേക്കുക. ഓക്കെ, സോ ആ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മിസ്സായി. നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ടേബിൾ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ മാത്രം നോക്കിയിട്ടാണെങ്കിലും ട്രേഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ ഇത് മാത്രം നോക്കിയാലും നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതിനകത്ത് ഇനി ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം, അപ്പോൾ കുറച്ചുകൂടി ഈസിയാവും. ഓക്കെ, നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്ന ഇൻഫർമേഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇതിൽ നിങ്ങൾ നോക്കിയാൽ 1 മിനിറ്റ് കാണാൻ പറ്റും, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ആൻഡ് 30 മിനിറ്റ്. 7 ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഡൈനാമിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു സാധനത്തെയാണ്. ഓക്കെ,
ഈ ഒരു സാധനത്തെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രക്ചർ 1 മിനിറ്റിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് 1 മിനിറ്റിൽ പോയി നോക്കേണ്ട കാര്യം ഇല്ല. മനസ്സിലായോ? 1 മിനിറ്റിൽ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് അല്ലേ? സോ 1 മിനിറ്റിൽ നെഗറ്റീവ് കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഇവിടെ നെഗറ്റീവാണ്. 1 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനും നെഗറ്റീവാണ്. സോ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ മൈനസ് കാണിച്ചിട്ടുണ്ട്, ഡൈനാമിക്കും മൈനസ് ആണ്. സോ 1 മിനിറ്റ് അനുസരിച്ച് എന്താണ് റിസൾട്ട്? സെല്ലാണ് നടക്കേണ്ടത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 മിനിറ്റിനകത്ത് എന്താണെന്ന് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. 2 മിനിറ്റിൻ്റെ സ്ട്രക്ചർ പോസിറ്റീവാണ്, അതുപോലെ തന്നെ ഡൈനാമിക് നെഗറ്റീവാണ്. സോ അവിടെ എന്താണ്, ഈ ഒരു MTLൻ്റെ നിയർ ബൈ ആയിരിക്കും 2 മിനിറ്റിൽ പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അതങ്ങനെയാണല്ലോ ചാൻസ്. അതുപോലെ തന്നെ 3 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 3 മിനിറ്റിൽ സെയിം ആണ്, സ്ട്രക്ചർ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. റിസൾട്ട് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ല ഇവിടെ വരുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ആക്ഷനാണ് നോക്കേണ്ടത്. ഈ റിസൾട്ടിൻ്റെ ഒക്കെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ആക്ഷനിൽ വരുന്നത്. 10 മിനിറ്റിൽ വന്നു കഴിയുമ്പോൾ നോക്കി, 10 മിനിറ്റിൻ്റെ സ്ട്രക്ചറും പോസിറ്റീവാണ്, അതുപോലെ തന്നെ സ്റ്റാർ ലൈനും പോസിറ്റീവാണ്, അതുപോലെ 15 മിനിറ്റിൻ്റെയും സെയിം ആണ്. അപ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ബൈയിങ് ഏരിയ ആണ് വീണ്ടും. ഓക്കെ, ഇതുണ്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബൈയിങ് സോണാണ്. സെയിം ആ 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈനിൽ വന്നിട്ട് അവിടെ നിന്നാണ് പ്രൈസ് തിരിച്ച് കയറി പോകുന്നത്. എഗെയിൻ വീണ്ടും 15 മിനിറ്റിൻ്റെ സ്റ്റാർ ലൈൻ, അതുപോലെ തന്നെ 15 മിനിറ്റിൻ്റെ MTL സോണിലേക്കാണ് വരുന്നത്. അപ്പം ഇതൊരു ഡീപ്പ് പുൾ ബാക്ക് ആണ് ശരിക്കും. ഓക്കെ, ഒരു ഡീപ്പ് പുൾ ബാക്ക് ആണ്. ആൾക്കാർ ഇവിടെ നിന്ന് തിരിയും അല്ലെങ്കിൽ ഇപ്പം മറിയുമെന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് വീണ്ടും ഇവൻ തിരിച്ചു കയറി പോകുന്നത്. ഇവിടെ നിന്ന് ഇനി കയറി പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുന്നത് എങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ നിന്ന് നിങ്ങൾക്ക് അഗ്രസീവായിട്ടുള്ള എൻട്രി മോഡൊക്കെ ആണെങ്കിൽ സ്റ്റാർ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും ബുദ്ധി ഉപയോഗിക്കുക, വീണ്ടും 1 മിനിറ്റിൽ പോവുക. ഈ സമയം ഇവൻ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും 1 മിനിറ്റിൽ പോവുക. 1 മിനിറ്റിൽ ഇപ്പോൾ എന്താണ്, നെഗറ്റീവാണ്, കണ്ടില്ലേ? 1 മിനിറ്റിൽ നെഗറ്റീവാണ്. ഇപ്പം ഇവിടെ ഇത് 1 മിനിറ്റ് പോസിറ്റീവ് ആകുമ്പോൾ വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വേണം ഈ കണക്ഷൻ ട്രേഡ് നമുക്ക് എടുത്തു പോകാൻ വേണ്ടി. ഓക്കെ, അപ്പം ഈ ഒരു ഡൈനാമിക്സും സ്ട്രക്ചറും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് നമ്മളുടെ ഡിഫെൻസീവിനകത്ത് നേരെ ആക്ഷനിൽ വന്നു കഴിയുമ്പം ഇതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെക്കമെൻഡഡ് എന്താണെന്ന് കാണിക്കും. റെക്കമെൻഡഡ് ബൈ ആണ് ഇപ്പം നിൽക്കുന്നത്. ബൈ എപ്പോൾ വന്നതാണ്? 1 മണിക്ക് വന്നതാണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഓൾറെഡി ഒരു ബൈ തന്നതാണ് ടൂള്. അത് കഴിഞ്ഞ് ഏകദേശം നമുക്ക് 1 മണി മുതൽ നോക്കിക്കഴിഞ്ഞാൽ $261 പോയിന്റ് പോയി. അപ്പോൾ ഓപ്ഷനിൽ 100 പോയിന്റ് പോയി കാണാം. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു ബൈയിലായിരുന്നു. ദെൻ വെയിറ്റിംഗ് ഓപ്ഷനിൽ കയറി. നമ്മൾ വെയിറ്റിംഗ് ഓപ്ഷനിൽ ഞാൻ കാണിക്കാം എവിടെ കയറിയെന്ന്. ഇതുണ്ട്, ഇവിടെ ഈ ഒരു മിഡിൽ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റിംഗ് ഓപ്ഷനിലാണ് ആ സമയത്ത് നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, 9:50 വെയിറ്റ് തന്നു നമുക്ക്. 9:50 എവിടെയാണ്? ഈ ഒരു ഏരിയയിൽ നമ്മളോട് ഇറങ്ങി മാറാൻ പറഞ്ഞു. ഇവിടെ എഴുതി കാണിക്കും ക്ലോസ് ആൻഡ് വെയിറ്റ് റെക്കമെൻഡേഷൻ. ഓക്കെ, അത് ഏത് പ്രൈസിലാണെന്ന് കാണിക്കും, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ്, എത്ര മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വെയിറ്റിലാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ എത്ര പോയിന്റ് മൂവ് ആയെന്ന് കാണിക്കും. ഇൻ കേസ് നമ്മൾ ബൈ ആണ് ചെയ്തതെങ്കിൽ എത്ര പോയിന്റ് നമ്മളുടെ റിവാർഡായിട്ട് മൂവ് ചെയ്തു എന്നുള്ളതും കാണിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ബൈയിലാണ് നിൽക്കുന്നത്. ഇപ്പം വീണ്ടും MTL റേഞ്ചിലേക്കാണ് അപ്രോച്ച് നടത്തിയിരിക്കുന്ന പ്രൈസ്. ഓക്കെ, അപ്പോൾ ഡിഫെൻസീവ് മോഡിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് ഈ ഒരു ആക്ഷൻ ബോക്സിൽ കിട്ടുന്നത്. 1 ബൈ, 2 സെല്ല്, 1 വെയിറ്റ് ആൻഡ് ക്ലോസ്. ഓക്കെ, വെയിറ്റ് ആൻഡ് ക്ലോസിൻ്റെ എക്സാക്ട് റീസൺ ഓൾറെഡി ഇന്നലത്തെ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടെ പോയി കാണുക, അത് കഴിഞ്ഞിട്ട് ഇത് കാണുക. ഓക്കെ, നമ്മുടെ അഗ്രസീവ് ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ടു. നമ്മുടെ ആക്ഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 17-ാം തീയതിയാണ് ലാസ്റ്റ് എൻട്രി വന്നിരിക്കുന്നത്. ആ എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ഓക്കെ, ഈവൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോലും നമ്മളോട് എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു അഗ്രസീവ് മോഡൽ എൻട്രി എങ്ങനെയാണ് എൻട്രീനെ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൂള് ഇതുണ്ട്. ഈ ഒരു 5, 6, 7 ടൈം ഫ്രെയിമിനെ കണക്ട് ചെയ്യുക ആദ്യം. 7 ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ എന്താണ് പറയുന്നതെന്നും ഡൈനാമിക് എന്താണെന്ന് പറയുന്നതെന്നും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഓവറോൾ ആയിട്ട് ഹയർ ടൈം ഫ്രെയിം
അനുസരിച്ച് എങ്ങോട്ടാണോ മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രെങ്ത് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു എൻട്രീനെയാണ് മെൻഷൻ ചെയ്ത് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എൻട്രി വന്ന ഉടനെ ഈ എൻട്രീനെ നമ്മൾ ചാടിക്കയറി എടുക്കണമെന്നൊന്നുമില്ല. ഇവിടെ നമുക്കൊരു എൻട്രി കൺഫേം ആയി കഴിയുമ്പോൾ അത് മേ ബി നമുക്കിപ്പോൾ MTL നിന്ന് മുകളിലാണെങ്കിൽ നിങ്ങൾ MTLലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, MTL സോണിനകത്ത് വരുന്ന എൻട്രീസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാര്യം MTLനകത്ത് നമ്മളൊരു എൻട്രി, അതായത് MTLൻ്റെ സോണിനകത്ത് പ്രൈസ് വന്നു കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ MTLന് താഴേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ താഴേക്കോ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. MTLന് താഴെ കണ്ടിന്യൂ ആയിട്ട് ക്യാൻഡിൽസ് ക്ലോസിങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കെയർഫുൾ ആയിട്ട് എക്സിറ്റ് ചെയ്താൽ മതി. ടൈം ഫ്രെയിമിനെ കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് ടൈം ഫ്രെയിമിനെ എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ ഉള്ളത് അതിനകത്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അഗ്രസീവിനകത്ത് നമുക്ക് ബൈ സെല്ല് മാത്രമാണ് വരുന്നത്. മറ്റേതിനകത്ത് ഡിഫൻസീവിനകത്ത് നമുക്ക് ബൈ സെൽ ആൻഡ് ക്ലോസും വരും. ഓക്കെ, അതായത് വെയിറ്റ് ഓപ്ഷൻ കൂടി വരും. ഈ രണ്ട് ടൂളിൽ വരുന്ന ഡാഷ്ബോർഡിൻ്റെ ബൈ സെൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അലേർട്ടാക്കി മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അൽഗോ ആക്കി കൂടി അതിനെ മാറ്റാൻ സാധിക്കും. ഇവിടെ ഞാനിത് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അലേർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ അലേർട്ട് ഓപ്ഷനകത്ത് ഇപ്പം നമ്മൾ ഡിഫൻസ് മോഡ് ഇട്ട് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ബൈ സെല്ല് ക്ലോസ് ആൻഡ് വെയിറ്റിൻ്റെ റെക്കമെൻഡേഷൻ, അതുപോലെ നമ്മളുടെ ഫേവറിൽ പ്രോഫിറ്റ് വരുന്ന, അതായത് ബൈ സൈഡിലാണെങ്കിൽ ബൈ സൈഡിൽ 5% നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ സെൽ സൈഡിൽ 5% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അലേർട്ടുകൾ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്ക് അലേർട്ടിനകത്ത് ബൈ ആൻഡ് സെല്ല് മാത്രമേ ഉള്ളൂ. മറ്റേ ക്ലോസ് ആൻഡ് വെയിറ്റ് ഓപ്ഷൻ ഇതിനകത്ത് കാണിക്കത്തില്ല അഗ്രസീവിനകത്ത്. ഓക്കെ, ഇതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൽഗോയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ടൂളിനകത്ത് വരുന്ന നമ്മളുടെ എൻട്രീസ് ഉണ്ടല്ലോ, എൻട്രീസ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആകുന്നുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ഒരു 5-6 സ്റ്റോക്ക്, പിന്നെ BTC ETH, ഇതിൻ്റെയൊക്കെ ഇവിടെ വരുന്ന എൻട്രീസ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആവും ഓട്ടോമാറ്റിക്കലി ഈ എൻട്രീസ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫുൾ ടൈം ഇരുന്ന് നമ്മൾ മോണിറ്റർ ചെയ്യത്തില്ലല്ലോ ഏതൊക്കെ സ്റ്റോക്കിൽ എവിടെയൊക്കെയാണ് എൻട്രി വരുന്നതെന്നൊന്നും നമുക്ക് അങ്ങനെ നമ്മൾ നോക്കാറില്ലല്ലോ. സോ നമ്മുടെ സിസ്റ്റം എന്താണ്, സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്രൂപ്പിൽ ഇതിനെ അയക്കുന്നുണ്ട്. അപ്പം ആ ഗ്രൂപ്പിൽ നമ്മളുടെ ടൂൾ വാങ്ങുന്ന മെമ്പേഴ്സിനാണ് നോർമലി ആക്സസ് ഉള്ളത്. അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വെബ്സൈറ്റിൽ ലിങ്ക് ഇത് ഈ കാണുന്നതാണ്. വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ നമുക്ക് ഇതിന് താഴെയുള്ള ഓട്ടോ പൈലറ്റ് മോഡും അതുപോലെ തന്നെ ഡിസ്പ്ലേ RR ലേബൽ അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതിന് താഴോട്ടുള്ള ഓരോ കാര്യങ്ങളും അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഓരോരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ നമ്മളുടെ സ്ട്രക്ചറിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് മെയിനായിട്ടുള്ളൊരു MTL, അതിൻ്റെ മുകളിൽ മൈനർ MTL ബ്ലൂ കളറിൽ വരുന്നത്. ഇതിപ്പോൾ ബുള്ളിഷിൽ നിൽക്കുമ്പം ഇത് പച്ചയും അതുപോലെ തന്നെ ഈ ഒരു നീല കളറിലുമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഏറ്റവും മുകളിൽ ഒരു മൈനറായിട്ടുള്ള ചെറിയൊരു MTL കൂടി അവൈലബിൾ ആണ്. അത് നമ്മളുടെ ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിൻ്റെ കണക്ഷനെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പം ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ, ദെൻ ബ്ലൂ, അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നത്. ബിയറിഷ് സൈഡിലാണെങ്കിൽ നമുക്കിത് ഇതുണ്ടോ, മെയിൻ MTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറിലും മൈനർ MTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറിലുമാണ് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് നമുക്കൊരു ഏറ്റവും ചെറിയൊരു MTLും അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു ബുള്ളിഷ് ഏരിയയിലാണ് നിൽക്കുന്നത് അല്ലേ. ബുള്ളിഷ് രീതിയിലാണ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ മെയിൻ MTLും പോസിറ്റീവാണ്, അതുപോലെ തന്നെ മൈനർ MTLും പോസിറ്റീവാണ്. ബാക്കി സ്ട്രക്ചർ എല്ലാം പോസിറ്റീവിൽ നിൽക്കുന്നു. സ്റ്റാർ ലൈൻ മാത്രം ഇടയ്ക്കിടയ്ക്കൊക്കെ നെഗറ്റീവ് ആവുന്നുണ്ട്. സ്റ്റാർ ലൈനെ നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാർ ലൈൻ ഹയർ ടൈം ഫ്രെയിമിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഓക്കെ, സോ ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നു. ബട്ട് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മുകളിലത്തെ MTL മൈനർ MTL മാത്രം നെഗറ്റീവായി. ഓക്കെ, മൈനർ MTL നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കൺസേൺഡ് ടൈം ഫ്രെയിമിൽ ആ പോർഷൻ, അതായത് താഴത്തെ MTL ടു മുകളിലത്തെ MTLന് ഇടയ്ക്കുള്ള ആ ഒരു റേഞ്ച് നമുക്ക്
സൈഡ് വേസ് ആയെന്നാണ് എൻ്റെ ശരിക്കുള്ള മീനിങ്. ഓക്കെ, നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം. അതായത് അതിനകത്ത് ഒരു കോൺട്രാഡിക്ഷൻ വന്നിട്ടുണ്ട്. താഴെ പോസിറ്റീവുമാണ്, മുകളിൽ ഇവൻ നെഗറ്റീവും തന്നു. സോ ഇവൻ നോർമലി അപ്പോൾ 50-50 ചാൻസായി മാറും. ഈ ഒരു സ്ട്രക്ചർ ഇപ്പോൾ കിടക്കുന്നത് നമ്മളുടെ മെയിൻ MTLൻ്റെ ട്രെൻഡ് അനുസരിച്ചാണ്. അത് നമുക്ക് മാറ്റുകയൊക്കെ ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൈനർ MTL ഇവിടെ വന്ന ഉടനെ നമ്മൾ ഇനി ഇത് സൈഡ് വേസ് ആയേക്കാം, അതുകൊണ്ട് ഇറങ്ങി മാറിയേക്കാം, അങ്ങനെ കമ്പൽസറി ഒന്നുമില്ല. കാരണം നമ്മൾ ട്രെൻഡിനെ അലൈൻ ചെയ്താണല്ലോ ട്രേഡ് എടുക്കുന്നത്. നമുക്കിവിടെ സപ്പോർട്ടായിട്ട് ഇതിനടിയിൽ അടുത്ത 15 മിനിറ്റിൻ്റെ ഒക്കെ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ബാക്കി കണ്ടീഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് മീറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡിൽ നിൽക്കാം, അതിലൊന്നും ഇഷ്യൂ ഇല്ല. ബട്ട് ചില സാഹചര്യങ്ങളുണ്ട്, നമ്മൾക്ക് ഹയർ ടൈം ഫ്രെയിംസ് നമ്മുടെ സപ്പോർട്ടിൽ കാണത്തില്ല. അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ മൈനർ MTL വരുമ്പം തന്നെ, മൈനർ MTLനകത്ത് ട്രെൻഡ് ചേഞ്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് മാറി നിൽക്കാം. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ മൈനർ MTL എന്താണ്, വീണ്ടും ഇത് നല്ല സപ്പോർട്ട് സോണല്ലേ. ഈ ഒരു പെട്ടി ഇവിടെയായിരുന്നു, അതായത് 15 മിനിറ്റിൻ്റെ ഏരിയയാണ്, ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ അത് കൺസിക്യൂട്ടീവായിട്ട് ഈ ഒരു റേഞ്ചിനെ പതുക്കെ പൊക്കി വീണ്ടും മൈനർ MTL പോസിറ്റീവായി നേരെ തിരിഞ്ഞു പോയി. അപ്പോൾ ട്രെൻഡിൻ്റെ ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുമ്പം ഇങ്ങനെയുള്ള മൈനർ MTL ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ വരും ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ നമ്മളതിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ട്രേഡിൽ നിൽക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എക്സിറ്റായിട്ട് മാറണമെന്നുള്ള തീരുമാനമാണെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് മൈനർ MTL അനുസരിച്ചും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻസീവ് മോഡിൽ തന്നെ വേറൊരു കളർ കൂടി ഇതിനകത്ത് വരും. അതൊക്കെ ഇട്ടുകൂടി നിങ്ങൾക്ക് വിഷ്വലി നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മേജർ MTL, മൈനർ MTL, അല്ലെങ്കിൽ മെയിൻ MTL, മൈനർ MTL, ചെറിയ ഈ സ്റ്റാർ ലൈന് കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. അതായത് ഇത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ MTL ആണ്. ഇത് ആക്ച്വലി 15 മിനിറ്റിൻ്റെ MTL ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് 15 മിനിറ്റിൻ്റെ ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു സോണിനെ തന്നെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാലും സെയിം ഈ സോണ് നിങ്ങൾക്ക് അതിനകത്തും കാണിക്കും. അപ്പോൾ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എൻട്രിയിൽ വരുന്നതാണ്. അതൊക്കെ ഞാൻ ഫർദറായിട്ടുള്ള വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക ആദ്യം, എന്നാലുള്ളൂ ഇതിനകത്ത് ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ വരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഓട്ടോ പൈലറ്റ് മോഡിനകത്ത് കിടക്കുന്നത് ഇതുണ്ടോ, ഇൻട്രാഡേ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കിടക്കുന്നത്. ഇതിനകത്ത് അപ് ടു 15 മിനിറ്റ് വരെ ഉള്ളതെന്നുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രാഡേ മോഡിൽ നിങ്ങൾക്ക് 3 തരത്തിലുള്ള എൻട്രിയാണ് വരുന്നത്. ബാലൻസ് എൻട്രി, ഫാസ്റ്റ് എൻട്രി, സ്കാൽപ്പിംഗ് എൻട്രി. ഈ 3 എൻട്രി നിങ്ങൾക്ക് 1 മിനിറ്റ് ടു 15 മിനിറ്റിന് താഴെ വരെയുള്ള ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് എൻട്രി മോഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആക്ച്വലി എന്തൊക്കെയാണ് തരുന്നത്, അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഓൾറെഡി താഴെങ്ങാണ്ട് വന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ടത് ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂഷനിൽ തന്നെയാണ് ആ എൻട്രി നിൽക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ബാലൻസ്ഡ് എൻട്രി മോഡ് അനുസരിച്ച് 17-ാം തീയതിയാണ് എൻട്രി കിട്ടിയിരിക്കുന്നത്. 17-ാം തീയതി എൻട്രി കിട്ടി. 17-ാം തീയതി തന്നെ അല്ലെങ്കിൽ 18-ാം തീയതിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ടാർഗറ്റ് 500 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുന്നത്. ബാലൻസ്ഡ് എൻട്രി മോഡ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ബ്ലൂ ക്യാൻഡിൽ കാണിക്കും. അതാണ് എൻട്രി ക്യാൻഡിൽ. ഓക്കെ, ആ ക്യാൻഡിലിൻ്റെ നിയർ ബൈ ആയിട്ട് നിങ്ങൾക്കൊരു ബൈ സോണും കാണിക്കും. ഇതാണ് ബൈ സോൺ. അതുപോലെ തന്നെ എൻട്രി പോയിന്റ് എത്രയാണെന്ന് കാണിക്കും, സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നതെന്നും കാണിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസും കാണിക്കും. അതുപോലെ 3 ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇപ്പം ബാലൻസ് എൻട്രി മോഡ് ഇട്ടപ്പോൾ ഏതിൻ്റെ ബേസാണ് ഈ ഒരു എൻട്രി വന്നതെന്നറിയാമോ? മെയിൻ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ആ ഒരു എൻട്രി വന്നിരിക്കുന്നത്. ഓക്കെ, ആ എൻട്രി കുറച്ച് സ്റ്റേബിൾ എൻട്രി ആയിരിക്കും. ബട്ട് എൻട്രി വന്ന ഉടനെ നിങ്ങൾ ചാടിക്കറി എടുക്കേണ്ട കാര്യമില്ല. നോർമലി എൻട്രി വന്നു കഴിയുമ്പം MTL സോണിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും MTL സോൺ ആയിരിക്കും. അത് 1 മിനിറ്റ് ആകാം, 3 മിനിറ്റ് ആകാം, 5 മിനിറ്റ് ആകാം. അത് ഏതിൻ്റെയെങ്കിലും MTL സോണിലായിരിക്കണം എൻട്രി പോകേണ്ടത്. ഇപ്പം നമുക്ക് ഇവിടെ ഒരു എൻട്രി പോയിന്റ് കാണിച്ചു. അപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലായി ഇവിടുന്ന് ഇതിനി നമുക്ക് മുകളിലോട്ടുള്ളതാണ് വ്യൂ എന്നുള്ളത്. സോ നിങ്ങൾ അവിടെ എൻട്രി എടുക്കാതെ കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള പ്രൈസിൽ കിട്ടാൻ വേണ്ടി സോണിനകത്ത് വരുമ്പോൾ നിങ്ങൾ മാനുവലി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കുറയും. ഈ ഒരു MTLൻ്റെ നിയർ ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസേ വരത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പം ബാലൻസ്ഡ് എൻട്രി ഇട്ടപ്പം അവിടെയാണ് വന്ന് കിടക്കുന്നത്. അതിനകത്ത് നമുക്കിപ്പോൾ കാണിക്കാത്തത്, ഇവിടെയൊന്നും കാണിക്കാത്തത് ആ എൻട്രി ടാർഗറ്റ് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടില്ല.
ഇനി അടുത്ത ചേഞ്ച് റോളിൽ അടുത്ത എൻട്രി നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, പക്ഷേ അതേ സെയിം സെറ്റിങ്സിൽ നമ്മൾ പോയിട്ട് ബാലൻസ്ഡ് എൻട്രീനെ മാറ്റിയിട്ട് ഫാസ്റ്റ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ എൻട്രി കാണിക്കും. കണ്ടോ, ഫാസ്റ്റ് എൻട്രി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി കിട്ടി. നോർമലി എൻട്രി വന്നു കഴിയുമ്പം ആ ക്യാൻഡിലിൻ്റെ സൈഡിലേക്ക് നിങ്ങൾ നോക്കുക. MTL റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ നല്ലൊരു എൻട്രി നോക്കാവുന്നതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് അനുസരിച്ച് MTL ഇല്ല എങ്കിൽ 1 മിനിറ്റിൽ കാണും അവിടെ MTL, അല്ലെങ്കിൽ 1 മിനിറ്റിൽ എപ്പോഴാണ് MTL പുൾ ബാക്ക് വരുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കും. കണ്ടോ, സോ ഫാസ്റ്റ് എൻട്രി എന്താണ്, ഫാസ്റ്റ് എൻട്രി മുകളിലത്തെ MTLുമായിട്ടാണ് അലൈൻ ആയിരിക്കുന്നത്. ബാലൻസ്ഡ് എൻട്രി ഈ താഴത്തെ മെയിൻ MTLുമായിട്ടാണ് അലൈൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് എൻട്രിക്ക് നമുക്ക് ഇവിടെ ഒരു സെല്ല് ഓപ്പർച്യൂണിറ്റി കൂടി ആദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമ്മൾ ആ സമയത്ത് നമ്മൾ ടൂളിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. തൊട്ടടുത്ത് 15 മിനിറ്റിൻ്റെ സപ്പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻട്രിനെ ഒഴിവാക്കിയിട്ട് അടുത്ത വീണ്ടും ഇത് പോസിറ്റീവ് ആകുമ്പോൾ പോയി കയറും. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാനുവലി നിങ്ങളിത് ചെയ്ത് കുറേ ദിവസം പരിചയമാകുമ്പോൾ നിങ്ങളിത് ഇവിടെ തന്നെ എൻട്രി എടുക്കും. MTL ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എൻട്രി എടുക്കും. ഇവിടം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല നോർമലി. ഓക്കെ, ഇതിപ്പം ഈ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതേ സമയം 3 മിനിറ്റ് ഇതേ സാധനം 3 മിനിറ്റ് ഇടുവാണെങ്കിൽ ഇതിന് മുമ്പായിരിക്കും എൻട്രി വരുന്നത്. 1 മിനിറ്റിലാണെങ്കിൽ അതിന് മുമ്പായിരിക്കും വരുന്നത്. നമുക്ക് നിഫ്റ്റിയിൽ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമല്ലോ നോക്കാം. എനിക്ക് നിഫ്റ്റിയിലും ഇല്ല, നിഫ്റ്റിയിൽ ഓൾറെഡി ആ ഒരു ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് ഫാസ്റ്റ് എൻട്രി തന്നെ ഓൾറെഡി അപ്പോൾ വന്നതാണ്, അത് ബൈ ഹിറ്റായിട്ട് ഇവിടെ സെല്ലായിട്ടില്ല. ഇനി ഇത് കണ്ട് ഇവിടെ ഫാസ്റ്റ് എൻട്രി എപ്പോൾ വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മുകളിലത്തെ MTL ഇവിടെ നെഗറ്റീവായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഫാസ്റ്റ് എൻട്രിയിൽ കാണിക്കും. മുകളിൽ SL വരും. ഓക്കെ, താഴെ ടാർഗറ്റും വരും. പക്ഷേ ഈ സെല്ല് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഡിമാൻഡും കാര്യങ്ങളും, അതായത് 15 മിനിറ്റിൻ്റെ MTL ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ള സെല്ല് ഒഴിവാക്കിയിട്ട് അടുത്ത ബൈക്കുകൾ നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എക്സ്ട്രീമായിട്ട് വലിയൊരു സ്ട്രെച്ച് നടത്തിയിട്ടിരിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിയത്തുള്ളൂ. സംഭവം മനസ്സിലാവും? ഇത് നിങ്ങൾ യൂസ് ചെയ്താലല്ലേ മനസ്സിലാകത്തുള്ളൂ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള് ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് തന്നെ വരാം. ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഓക്കെ, ഇത് ഏകദേശം 300 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് അതിനെ നമ്മൾ വീണ്ടും ഒന്ന് മാറ്റിയിട്ട് സ്കാൽപ്പിംഗ് എൻട്രി നമ്മൾ ഇട്ടു. സ്കാൽപ്പിംഗ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കാൽപ്പിംഗ് എൻട്രി സെല്ലിലായിരിക്കും നിൽക്കുന്നത്. കണ്ടോ, സ്കാൽപ്പിംഗ് എൻട്രി എന്താണ്, ബേസ്ഡ് ഓൺ സ്റ്റാർ ലൈനെ കണക്ട് ചെയ്തിട്ടാണ് എൻട്രി വരുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു 1 മിനിറ്റോ 3 മിനിറ്റോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1 മിനിറ്റിൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് വരും. ഇതിനകത്ത് എങ്ങനെ അറിയോ, നിങ്ങൾ ഒരു മെയിൻ ഒരു ഹയർ ടൈം ഫ്രെയിമിന് എൻട്രി പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇവിടെ എടുക്കണമെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ എടുക്കണം. ബട്ട് നമുക്കൊരു എൻട്രി പോയിന്റ് വേണമല്ലോ. എൻട്രി പോയിന്റിന് വേണ്ടി നിങ്ങൾ വീണ്ടും ഈ ഒരു സ്കാൽപ്പിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് അവിടെ നിങ്ങൾ വന്നിട്ട് ഈ സെയിം സാധനം എവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അവിടെ നിങ്ങൾ വന്ന് MTLുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്. അതിനെ നമുക്കൊരു എന്താണ്, ഒരു സ്നൈപ്പർ എൻട്രി എന്നൊക്കെ പറയാം. കാരണം ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡിലേക്ക് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ വന്ന് കയറുവാണ്. അതിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വലിയ ടൈം ഫ്രെയിം അനുസരിച്ച് അതിനെ റൈഡ് ചെയ്യും. ചെറിയ ടൈം ഫ്രെയിം അനുസരിച്ച് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ടൈം ഫ്രെയിം നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എവിടെയാണ് സ്കാൽപ്പിംഗ് അനുസരിച്ച് ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ഈ എൻട്രി നമുക്ക് എടുക്കാം. ഓക്കെ, ഈ എൻട്രി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. മറ്റേതിനകത്ത് എൻട്രി ഈ ക്യാൻഡിലാണ് വന്നത് ഫാസ്റ്റ് എൻട്രിയിൽ. ഓക്കെ, ബാലൻസ്ഡ് എൻട്രി അനുസരിച്ച് നമ്മൾ എൻട്രി പോയിന്റ് മുമ്പ് 17-ാം തീയതി വന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ട് ഇതിനകത്ത് നമുക്ക് സ്കാൽപ്പിംഗ് അനുസരിച്ച് ഇവിടെ ഒരു നമുക്ക് എൻട്രി വന്നു. ഇത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് MTL ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇവിടെ നമുക്ക് MTLനകത്തേക്കുള്ള ട്രേഡ് ഉണ്ടല്ലോ, MTLനകത്ത് സെല്ല് വരുന്നത് എടുക്കാതിരിക്കുക. അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. അതുപോലെ തന്നെ ബൈ വരുമ്പം എപ്പോഴും MTLനകത്തു നിന്നാണോ ബൈ പോകുന്നതെന്ന് നോക്കുക. ഓക്കെ, അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബൈ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും MTL വരെ നിങ്ങളുടെ SL ഏരിയ കിടക്കുമ്പം ഇവിടെ എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഓക്കെ, അപ്പം ഇപ്പോൾ 5 മിനിറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ബൈ വന്നെങ്കിൽ തന്നെ നിങ്ങളൊരു 3 മിനിറ്റോ 2 മിനിറ്റോ 1 മിനിറ്റ് ഇട്ടിട്ട് അതിനകത്ത് MTL ഏരിയ അവിടെ വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ആ സോണിൽ നിന്ന് ബൈ ചെയ്യുക. അപ്പം അത് നമുക്ക് ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് ഏരിയ ആണ് MTL സോണ്. ഓക്കെ, അപ്പോൾ ഈ 3 എൻട്രി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്താണ്, ഒരു 15 മിനിറ്റ് മുതൽ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്വിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും.
ഓക്കെ, സ്വിംഗ് എൻട്രി നമുക്ക് കാണാൻ സാധിക്കും. 15 മിനിറ്റിൽ ഞാൻ വന്നിട്ട് നിഫ്റ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. 15 മിനിറ്റിൽ ഞാൻ നേരെ സ്വിങ്ങിൽ പോയി. കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 15 മിനിറ്റ് ആൻഡ് എബോവ് എന്ന്, കണ്ടില്ലേ? 15 മിനിറ്റ് അനുസരിച്ച് നമുക്ക് താഴെയാണ് എൻട്രി വന്നിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് എത്രയാണ്, 676 പോയിൻ്റാണ് ഇപ്പം മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്വിങ്ങിൽ ഇത് കണ്ടോ, സ്വിങ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സ്വിങ്ങിനകത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. സ്വിങ്ങിനകത്ത് നമ്മൾ ഡയറക്റ്റ് സ്റ്റാർ ലൈനുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ ഞാൻ സ്റ്റാർ ലൈനും ഈ സ്ട്രക്ചറിനകത്ത് ഒരു ചെറിയ ഇൻഫർമേഷനും വെച്ചുകൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സ്വിംഗ് എൻട്രിക്കകത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ ബൈ ആണ് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചിരിക്കുന്നതെങ്കിൽ മെയിൻ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിനകത്ത് വരുന്ന മെയിൻ MTLനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മളുടെ ഫേവറിലുണ്ടായിരിക്കണം, ബൈയുടെ ഫേവറിലുണ്ടായിരിക്കണം. അതായത് ഗ്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് കളർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർ ലൈൻ ഓൾറെഡി പോസിറ്റീവാണ്. സോ അവിടെ നമുക്ക് എൻട്രി വരുന്നു. അവിടെ നിന്ന് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ബൈ സൈഡിലേക്കുള്ള ഒരു MTL, ഏതെങ്കിലും MTL പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, 2 MTLും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അടുത്ത പുൾ ബാക്കിൽ നിങ്ങൾ എൻട്രി നോക്കിയാൽ മതി. ഇപ്പം ഈ ഒരു സ്റ്റാർ ലൈൻ ഇവിടെ നിന്ന് നെഗറ്റീവ് ആകുവാണെന്ന് ഓർത്തോ. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർ ലൈൻ ഇവിടെ നിന്ന് നെഗറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ സ്വിങ് എൻട്രി തന്നെന്ന് വിചാരിച്ചു. ഇവിടെ എടുക്കണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കണം അവിടെ. കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ MTL പോസിറ്റീവാണ്. ഇവിടെ സ്റ്റാർ ലൈനെ നമ്പി മാത്രം ഇവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. സോ ഇതിനകത്ത് ഈ ഒരു MTLൂടെ നെഗറ്റീവ് ആകാൻ വേണ്ടി, മുകളിലത്തെ MTLൂടെ നെഗറ്റീവ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ ആ 2 MTLൻ്റെ റിജക്ഷനിൽ നേരെ ട്രേഡ് എടുക്കുക. നല്ല ഫോൾ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ മാക്സിമം യൂസ് ചെയ്യുക. ഇതിനകത്ത് ഇത്ര സെറ്റിങ്സ് ഉള്ളത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് നല്ലൊരു ഇത് കിട്ടും. ഓക്കെ, ഒരു എഡ്ജ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈ 4 എൻട്രി പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സ്വിംഗ് എൻട്രിക്കകത്ത് ഡയറക്റ്റ് സ്റ്റാർ ലൈനാണ്. ഇത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ ഇട്ട് കഴിഞ്ഞാലും, ഹയർ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ പോകുന്തോറും 30 മിനിറ്റിലും വർക്കാവും, 1 അവറിലും വർക്കാവും. ഏത് ടൈം ഫ്രെയിം അനുസരിച്ചാണെങ്കിലും വർക്ക് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പം ഇതിനകത്ത് സ്റ്റാർ ലൈനിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, മീൻ റിവേർഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, മീൻ ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സ്റ്റാർ ലൈനകത്ത് ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ സ്റ്റാർ ലൈൻ. ഓക്കെ, പ്രൈസ് എപ്പം മുകളിലോട്ട് പോയി കഴിഞ്ഞാലും, അതായത് ഏതൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് വീണ്ടും അതിൻ്റെ മീൻ ഏരിയയിൽ വന്ന് മീറ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ട്രെൻഡിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയാം. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഈ 30 മിനിറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടൂൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയാം. ഓക്കെ, ഇവിടെ ഞാൻ ഡിസ്പ്ലേ മോഡ് കൂടി ഓൺ ആക്കാം. ഇതുണ്ട്, ഇപ്പോൾ ബാലൻസ്ഡ് എൻട്രി മോഡ് ഇട്ട് നേരത്തെ സ്വിങ്ങിൽ കിടന്നപ്പോൾ നമുക്കിവിടെ സ്വിംഗ് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇൻട്രാഡേ എന്നുള്ളതിൻ്റെ ഇൻട്രാ എന്ന് കാണിക്കും. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് ഇപ്പോൾ എത്രയാണ് നിൽക്കുന്നതെന്ന് കാണിക്കും. ഓക്കെ, 124 പോയിൻ്റാണ് ഇതിനകത്ത് സ്പോട്ടിൽ SL വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഓപ്ഷനിലാണെങ്കിൽ, ഓപ്ഷനിൽ നമ്മൾ ഇപ്പം ഈ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വന്നതുകൊണ്ട് ഇത്രയും വരത്തില്ല നോർമലി നമുക്ക് സ്റ്റോപ്പ് ലോസ്. അത് നിങ്ങൾ MTL സോണിലാണ് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും വരത്തില്ല. ഇതുപോലെ തന്നെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. ഈ ടൂൾ ഇട്ടുകൂടെ നിങ്ങൾക്ക് സെയിം ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ 1:1 ആണ് വന്നിരിക്കുന്നത്. ഇപ്പം എൻട്രി പോയിന്റിൽ നിന്നും 136 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മളുടെ കൂടെ ഇങ്ങനെ വരും. സ്വിംഗ് ഇടുമ്പം സ്വിങ്ങിൻ്റെ എത്രയാണോ ഉള്ളതെന്ന് കാണിക്കും. അതുപോലെ തന്നെ സ്വിങ്ങിൻ്റെ എൻട്രി സ്വിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ എഴുതിയും കാണിക്കും. ഓക്കെ, അതിനൊരു ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും, ഇത് ഗ്രീൻ കളറാണ്. അപ്പം എൻട്രി മോഡിൽ, അതായത് ഈ പൈലറ്റ് മോഡിൽ വരുന്നതിനകത്തുള്ള കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ കിട്ടും, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ റിസീവാണ്. നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതിനകത്ത് തന്നെ ഒരു കാര്യം കൂടി നമുക്കിന്ന് പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ ഞാൻ ഇതിനെ നേരെ ഈ ഹോൾഡിൻ്റെ ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി കാണിക്കത്തില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ എൻട്രി ഉണ്ടല്ലോ, ഈ എൻട്രി എല്ലാം സിസ്റ്റം ബേസ്ഡ് എൻട്രീസ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സിസ്റ്റം ബേസ്ഡ് എൻട്രീസ് ആണ്. അതായത് നമ്മളുടെ ഈ സിസ്റ്റം അനുസരിച്ച് വരുന്ന എൻട്രീസ് ആണ്. ഇത് ടൈം ഫ്രെയിം ടു ടൈം ഫ്രെയിം ചേഞ്ച് ആവും. നിങ്ങൾക്കിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള എൻട്രിയാണ് വേണ്ടതെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ഇട്ട് നോക്കിക്കഴിയുമ്പം ആ ഹയർ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ എങ്ങനെയാണോ ഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ എൻട്രി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ 1 മിനിറ്റ് നോക്കുമ്പോഴുള്ള എൻട്രി ആയിരിക്കത്തില്ല നിങ്ങൾക്ക് 3 മിനിറ്റിൽ വരുമ്പോഴുള്ള എൻട്രി. അതിൻ്റെ ഓരോ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആണല്ലോ.
ടൈം ഫ്രെയിമിനെ കണക്ട് ചെയ്യേണ്ട വീഡിയോ, അതായത് എങ്ങനെ വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ടൈം ഫ്രെയിംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. കാര്യം നമ്മളിപ്പോൾ 15 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ തന്നെ 3 മിനിറ്റിൽ പുൾ ബാക്കിൽ എടുക്കണോ അതോ 1 മിനിറ്റിൽ പുൾ ബാക്കിൽ എടുക്കണോ എന്നുള്ള കാര്യമുണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇത് സിസ്റ്റം ബേസ്ഡ് എൻട്രി ആണ്. ഇവിടെ കാണിക്കുന്ന എൻട്രി ഉണ്ടല്ലോ, ഇവിടെ കാണിക്കുന്ന എൻട്രി ആൻഡ് എക്സിറ്റ് ബൈ സെൽ എല്ലാം അത് ടൈം ഫ്രെയിം ബേസ് അല്ല. ഓക്കെ, അത് ഓവറോൾ ഇത്രയും ടൈം ഫ്രെയിമിൻ്റെ കണക്ഷനെയാണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് തരുന്നത്. സോ നിങ്ങളത് ഏത് ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം അതിനകത്ത് ക്ലോസിങ്ങിൽ വരുമ്പോഴുള്ള ചേഞ്ച് ഉണ്ട്. അതായത് ഏത് ക്യാൻഡിലാണ്, ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ കിടക്കുന്നത്, ഇപ്പോൾ 3 മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് വരും അവിടെ. കാരണം ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അനുസരിച്ചാണ് ആ എൻട്രി പോയിന്റ് അവിടെ നമുക്ക് ഫിക്സ് ആകുന്നത്. ഇതുണ്ട്, ഇവിടെ 72 ആയിരുന്നു, ഇവിടെ 79 ആയി. അപ്പോൾ ആ ഒരു 3.6 പോയിന്റിൻ്റെ സംതിങ് ഈ ക്യാൻഡിൽ ക്ലോസിങ്ങിൽ എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ബട്ട് ഈ ടൈമിംഗ് എല്ലാം എപ്പോഴും വളരെ നിയർ ആയിരിക്കും. അതായത് ഇവിടെ എൻട്രി പ്രൈസ് ഉണ്ട്, 1 മണിയായിരുന്നു, മറ്റേതിൽ 1 മണി തന്നെയാണ് വരുന്നത്, എല്ലാത്തിലും 1 മണിയായിരിക്കും വരുന്നത്. ബട്ട് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ വരുന്ന വ്യത്യാസത്തിൽ വരുന്ന എൻട്രി പോയിന്റ്സിൽ ചെറിയ ചെറിയ പോയിന്റ് വ്യത്യാസം കാണും. സോ ഇത് ഫിക്സഡ് ആണ്. എല്ലാ ടൈം ഫ്രെയിമിലും ഇത് ഫിക്സഡ് ആയിരിക്കും ഈ എൻട്രി പോയിന്റ് വരുന്നത്. അതുപോലെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സിസ്റ്റം ബേസ്ഡ് ട്രേഡിംഗ് മെത്തേഡിൽ തന്നെ നമ്മളിപ്പോൾ ബേസ് സ്ട്രക്ചറും അതുപോലെ സ്റ്റാർ ലൈൻ സപ്പോർട്ട് വേവും ആണ് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ. അതായത് ബേസ് സ്ട്രക്ചർ ഇതാണ്, സ്റ്റാർ ലൈൻ സപ്പോർട്ട് വേവ് ഇതാണ്. ഇനി താഴോട്ട് നോക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്. അതായത് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എവിടെയാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇട്ട് കഴിഞ്ഞാൽ എവിടെയാണ് നെക്സ്റ്റ് ഓർഡർ കിടക്കുന്നത്, എങ്ങോട്ട് നമുക്ക് പോകണം എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ പിന്നെ നമ്മൾ ട്രെൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏത് ട്രെൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പോയാൽ മതി. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇതുണ്ട്, ബേസ് സ്ട്രക്ചറിനകത്ത് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലൊന്നുകൂടി ചെയ്തേക്കാം. ഇതുണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അഗ്രസീവിലാണ് ഇത് കിടക്കുന്നത്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ബാക്കി ട്രെൻഡും ഇവിടെ ഡിഫൈൻ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ MTL. ഇതിൻ്റെ ട്രെൻഡ് അനുസരിച്ചാണ് ഇപ്പോൾ ഈ സംഭവം മുകളിലോട്ട് കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു ടൂൾ ഇപ്പോൾ കിടക്കുന്നത് ഇത് മൈനർ MTL ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ അതിനെ ഇപ്പോൾ ഡിഫെൻസീവ് മോഡിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ട്രെൻഡ് കൺഫ്യൂഷൻ വരുന്ന ഏരിയ എല്ലാം ഡിഫെൻസീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ഇത് പ്രോപ്പർ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നിൽക്കുന്നത് ഇവിടെയെല്ലാം. ബട്ട് ഈ ഏരിയയിൽ വന്നപ്പോൾ കണ്ടോ, ഈ ഏരിയയിൽ കൺഫ്യൂഷൻ വന്ന ഏരിയ ആണല്ലോ, മൈനർ MTL നെഗറ്റീവായ ഏരിയ ആണല്ലോ. ആ ഏരിയനെ നമുക്ക് വേറൊരു രീതിയിൽ നമ്മുടെ ടൂള് കാണിച്ചു തരും. അതായത് നമ്മളവിടെ കെയർഫുൾ ആകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളവിടെ ഒന്ന് അലേർട്ട് ആകാൻ വേണ്ടി അവിടെ വേറെ രീതിയിൽ ടൂള് നമുക്കൊരു കളർ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അതിനെ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഡിഫെൻസീവ് ആക്കി. അപ്പോൾ എന്താണ്, എവിടെയൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ടോ അവിടെയെല്ലാം ഒരു ഗ്രേ കളറിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ടൂള്. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് ബുള്ളിഷ് നിൽക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ എത്തിയപ്പം ഇവിടെ ഈ റേഞ്ച് മുതൽ തന്നെ ഇത് പറഞ്ഞു, ഈ ഏരിയ കുറച്ച് മടുപ്പാണ്. അതിൻ്റെ റീസൺ എന്താണ്, ഈ ടൈം ഫ്രെയിം അനുസരിച്ച് നമ്മളിവിടെ മൈനർ MTL നെഗറ്റീവ് ആയിട്ടുണ്ട്. ഈ ടൈം ഫ്രെയിം അനുസരിച്ച് അത്ര ഉള്ളത് ഇൻഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് അനുസരിച്ച് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇതിപ്പോൾ ഈ ടൈം ഫ്രെയിമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതനുസരിച്ച് ഇതിവിടെ മടുപ്പാണെന്ന് ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട് നമ്മളെ. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ഡിഫെൻസീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണിത്. ഓക്കെ, ഇതിൽ തന്നെ ഇവിടെ ഇപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പം അഗ്രസീവ് മോഡിലാണ് കിടക്കുന്നത്. ഇതിന് തൊട്ട് താഴെ കണ്ടോ, സെലക്ട് ബാർ കളർ ടൈപ്പ് ആൻഡ് POI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ. ഓക്കെ, ബാർ കളർ ടൈപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 കളറിലെ ബാർ കളർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഒന്ന് മേജർ സ്ട്രക്ചർ ബേസ്ഡ്. ഓക്കെ, ഇതിപ്പോൾ എന്താണ്, ഒന്ന് മേജർ സ്ട്രക്ചർ, ഈ താഴെ കാണിക്കുന്ന ഈ ഒരു മേജർ സ്ട്രക്ചറിൻ്റെ ബേസ് ആയിട്ടുള്ള ബാർ കളർ നമുക്ക് അവൈലബിൾ ആണ്. അതിനെന്താണ്, നിങ്ങൾ ആ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും നോക്കണം, നമ്മൾ മേജർ സ്ട്രക്ചർ അനുസരിച്ച് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ബാക്കി എന്നാ വേണമെങ്കിലും നടന്നോട്ടെ, നമുക്കൊരു വിഷയമല്ല. ഇതിന് ഇവിടെ നിന്ന് നെഗറ്റീവ് ആയാലുള്ളൂ ഇവിടെ നിന്ന് സെല്ല് ചെയ്യത്തുള്ളൂ, അല്ലാത്ത പക്ഷം നമുക്ക് പോസിറ്റീവാണ്. നമുക്ക് ഇവിടെ വരുന്ന നെഗറ്റീവ് ക്യാൻഡിൽ പോലും നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ മെയിനായിട്ട് ഈ സ്ട്രക്ചറിനെയാണ് ഫോളോ ചെയ്യുന്നത്.
ഓക്കെ, ഇപ്പം അങ്ങനെ ഈ വഴി നമുക്കിപ്പോൾ നോർമലി 2000 പോയിന്റ് കണ്ട് താഴെ നിന്ന് മൂവ് ചെയ്ത് കയറി വന്നല്ലോ. ഓക്കെ, അവിടെ ഞാനിപ്പോൾ മേജർ സ്ട്രക്ചർ ബാർ കളർ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ റെഡ് കളർ എല്ലാം മിസ്സാവും. കണ്ടോ, റെഡ് കളർ ഇല്ല. എവിടെ നിന്നാണോ കയറി വന്നിരിക്കുന്നത് അവിടെ നിന്നത് റെഡ് കളർ, ഈവൻ ഈ ഒരു സോണിൽ പോലും, അതായത് മൈനർ MTL നെഗറ്റീവായ സോണിൽ പോലും നമുക്ക് റെഡ് കളർ ക്യാൻഡിൽ വന്നിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏതാണ് അഗ്രസീവ് മോഡിൽ ബേസ് സ്ട്രക്ചറിൽ, അതായത് മെയിനായിട്ടുള്ള MTLൻ്റെ ഡയറക്ഷനിൽ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സ്വിംഗ് ട്രേഡിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് സ്വിംഗ് ട്രേഡിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് 1-2 ദിവസമൊക്കെയുള്ള ട്രേഡ് ഉണ്ടല്ലോ, ആ ട്രേഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇത് കണ്ടോ, സ്റ്റോക്കിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ആണെങ്കിൽ ഓക്കെ, വലിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒന്നും അവിടെ ഇല്ലല്ലോ. ഇതൊരു ഇമോഷണൽലെസ് അപ്രോച്ചാണ് ആക്ച്വലി. നമുക്ക് ചെറിയ നെഗറ്റീവ് ക്യാൻഡിൽ എങ്ങും ഇടയ്ക്ക് കാണുന്നില്ല. സോ നമ്മളവിടെ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഇതിപ്പം നെഗറ്റീവ് ഇപ്പം ക്യാൻഡിൽസ് ഇവിടെ വന്നാലും വീണ്ടും ഇത് തിരിച്ച് കയറി പോകാനെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടല്ലോ. നോർമലി MTL റേഞ്ചിൽ നിന്ന് കയറി പോകും. അതായത് ഒരു സിമ്പിൾ അപ്രോച്ച്. നമ്മളിപ്പോൾ കൂടുതൽ ഇവിടെ മൈനർ MTL നെഗറ്റീവായിട്ടുണ്ടല്ലോ. സോ ഇവിടെ ഇനിയിപ്പം ഡിഫെൻസീവ് ഏരിയയിൽ വന്നല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ബേസ് സ്ട്രക്ചർ അനുസരിച്ചാണ് നമ്മളിന്ന് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു കളർ ക്യാൻഡിൽ സെറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എന്താണ് മൈനർ സ്ട്രക്ചർ അനുസരിച്ച് കളർ ക്യാൻഡിൽ സെറ്റ് ചെയ്യണം, ബാർ കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അത് കൊടുത്തു കഴിയുമ്പം ഇതുണ്ടോ, ഈ ഒരു മുകളിലത്ത് നമ്മളുടെ MTL ഉണ്ടല്ലോ, മൈനർ MTL നെഗറ്റീവ് വന്ന സമയത്ത് ആ കളേഴ്സ് അത് നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് കാണിക്കും. ഓക്കെ, ഈവൻ ഇപ്പം നമുക്ക് അത് എന്തിന് യൂസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇവിടെ നമ്മളിപ്പം ഇവിടെയാണ് ഒന്ന് റീപ്ലേ മോഡിൽ ഞാൻ ഇടാം. ഇവിടെ നമുക്കൊരു എൻട്രി വരും. നോർമലി ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഏതിലാണ് എൻട്രി വന്നിരിക്കുന്നത്? സെൽ എൻട്രി ഇതിൽ നോക്കണ്ട, നമ്മളുടെ ഇതനുസരിച്ച് ഫാസ്റ്റ് എൻട്രി മോഡ് അനുസരിച്ച് അവിടെ വരുമല്ലോ. കാരണം മുകളിലത്തെ MTL റെഡുമാണ് കണ്ടോ. ഇപ്പോൾ അവിടെ കറക്റ്റായിട്ട് MTL റേഞ്ചിൽ തന്നെ എൻട്രി കിട്ടി. ഈ എൻട്രി ജസ്റ്റ് താഴെ വന്ന് ഇവിടെ നിന്ന് MTL നിന്നാണ് കയറി പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, നിങ്ങൾ ഇന്നത്തെ കണ്ടീഷനിൽ, മാർക്കറ്റ് കണ്ടീഷനിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നമുക്ക് ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഇവിടെ 15 മിനിറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ ഈ പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 20-ാം തീയതിയിലെ ഡേറ്റ് ആണ്. ബട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരും. ഓക്കെ, ഇത് ഫാസ്റ്റ് എൻട്രി എന്ന് പറയുമ്പം മറ്റേ മെയിൻ MTL ചേഞ്ച് ആകുന്നതിനെക്കാട്ടിലും മുമ്പേ നമുക്ക് ചേഞ്ചസ് എല്ലാം കാണിച്ചു തരും. അതിൽ എടുത്തു കഴിഞ്ഞാൽ മെയിൻ MTL ചേഞ്ച് ആയി കഴിഞ്ഞ് വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പേ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫാസ്റ്റ് എൻട്രി അനുസരിച്ചുള്ള കളർ ക്യാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ മൈനർ സ്ട്രക്ചർ ബേസ്ഡ് കളർ കൊടുത്താൽ മതി. അടുത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ POI. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഡിഫെൻസീവ് മോഡ് ബേസ്ഡ് ബാർ കളർ. ഓക്കെ, ഡിഫെൻസീവ് മോഡ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമുക്ക് അഗ്രസീവ് മോഡും ഡിഫെൻസീവ് മോഡും ഉണ്ട്. നമുക്കിപ്പം 2 MTLലും ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ വരുമ്പോൾ നമ്മൾ അലേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫെൻസീവ് മോഡ് ഇട്ടാൽ മതി. അങ്ങനെയുള്ള ഏരിയനെയൊക്കെ ഈ ടൂള് തന്നെ നമുക്ക് കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഡിഫെൻസീവ് മോഡ് ഇട്ടിട്ടുണ്ട്. അഗ്രസീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ഒരു മെയിൻ MTL അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ, അതായത് 2 MTL ഒരേ ഡയറക്ഷൻ അല്ലാത്ത ഏരിയയിൽ ഇത് എന്ത് ചെയ്തു? ഇത് നമുക്ക് ഗ്രേ കളർ കാണിച്ചു തന്നു. ഡിഫൻസ് മോഡ് ഇടുമ്പം അതനുസരിച്ചുള്ള ക്യാൻഡിൽ കളറാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ നേരെ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡിഫൻസ് മോഡ് അനുസരിച്ചുള്ള ക്യാൻഡിൽ കളറായിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഷ് കളറിലെ ക്യാൻഡിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിൽ നിന്ന് ഇറങ്ങാം, വെയിറ്റ് ചെയ്യാം. അടുത്തത് വീണ്ടും ഗ്രീൻ എവിടെയാവുന്നു അവിടെ നിങ്ങൾ തിരിച്ച് കയറിയാൽ മതി. ഇതൊക്കെ ഇമോഷണൽലെസ് അപ്രോച്ചാണ്. നിങ്ങൾക്ക് കൂടുതൽ MTLനെയോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ നോക്കി ചെയ്യേണ്ട അങ്ങനെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിലൊക്കെ ഇട്ടിട്ട് ഈ സ്ട്രക്ചറിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഒന്നും കാണത്തില്ല. ക്യാൻഡിലിൻ്റെ മാത്രം കളറിൻ്റെ ബേസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സംഭവം മനസ്സിലായി? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള റീസൺ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഓക്കെ, മാത്രമല്ല കുറച്ച് ദിവസം ടൂൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇതിനെ അത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒത്തിരി ട്രേഡേഴ്സ് നമുക്കുണ്ട് ഓൾറെഡി. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഡിഫൻസ് മോഡാണ് ഇപ്പോൾ രണ്ടും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുണ്ട്, ഈ ഒരു ഏരിയയിൽ ആഷ് കളർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഗ്രസീവ് മോഡ് ഇട്ടേക്കാം.
ഈ ഡിഫൻസ് മോഡിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അടുത്ത എന്താണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ കളറാണ് ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താണ്, വാവ് നൈസ് അല്ലേ ഈ ഒരു അപ്ഡേറ്റ്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ഇട്ട് കഴിഞ്ഞപ്പം MTL എപ്പോഴൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെ നമുക്ക് യെല്ലോ കളർ ക്യാൻഡിൽ കാണിക്കാൻ തുടങ്ങി. ഓക്കെ, ദാറ്റ് മീൻസ് അത് പ്രോപ്പറായിട്ടുള്ള എൻട്രി പോയിന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. വൺസ് ഈ MTL ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നോർമലി നിങ്ങൾ ഈ ക്യാൻഡിലിനകത്തോ അല്ലെങ്കിൽ അടുത്ത പ്രൈസ് ആക്ഷൻ നോക്കിയോ അല്ലെങ്കിൽ 1 മിനിറ്റ് അനുസരിച്ച് ആ സമയത്ത് എൻട്രി നോക്കിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവിടെ മൈനറായിട്ടുള്ള ഷിഫ്റ്റിങ്ങോ ചോച്ചോ ബോസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഫോൾ വരുന്നു, ഇപ്പോൾ 1 മിനിറ്റിൽ നിങ്ങൾ ഇവിടെ ഒരു ഹയർ ഐ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് മൊമെൻറ്റം ഷിഫ്റ്റ് ആയി. സോ അവിടെ നിന്ന് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. അതായത് നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് MTL ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ, ഇപ്പം നമ്മൾ ഈ സ്ട്രക്ചർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് MTL ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽ അറിയണം. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഇതൊരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇനി ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർലൈൻ സപ്പോർട്ട് വേവ് ആണ്. ഞാൻ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ കിടക്കട്ടെ, അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഓഫ് ചെയ്തേക്കാം, കാര്യം അടുത്ത ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി എനിക്ക് അത് ഓഫ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, സ്റ്റാർലൈൻ ഓൾറെഡി ഇവിടെ ഓടുന്നുണ്ട്, കണ്ടില്ലേ? സ്റ്റാർലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർലൈൻ അനുസരിച്ചുള്ള ക്യാൻഡിൽ കളർ വേണം, നിങ്ങൾ സ്വിങ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ഒരു 5 മിനിറ്റ് ഇട്ടിട്ടുള്ളതാണ്. സ്റ്റാർലൈനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റാണ്. ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, സോ സ്റ്റാർലൈൻ സപ്പോർട്ട് വേവിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതുണ്ടോ സ്റ്റാർലൈൻ ബേസ്ഡ് ക്യാൻഡിൽ കളർ സെറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, ഈ സ്റ്റാർലൈൻ അനുസരിച്ച് സ്റ്റാർലൈൻ എവിടെ പോസിറ്റീവ് ആണോ അത് അവിടെ നിന്ന് ക്യാൻഡിലും പോസിറ്റീവായി കാണിക്കും. സ്റ്റാർലൈൻ എവിടെ നെഗറ്റീവ് ആകുന്നോ അവിടെ ക്യാൻഡിലും നെഗറ്റീവ് ആകും. ഇതൊരു സിമ്പിൾ അപ്രോച്ചാണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റാർലൈനെ നിങ്ങളൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാറായിട്ട് ഇൻട്രസ്റ്റ് ഏരിയ ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന് വെച്ചു. അതായത് സ്റ്റാർലൈനെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏരിയ, അതായത് 30 മിനിറ്റിൻ്റെ ഒരു സ്റ്റാർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പ്രൈസ് ചില സമയത്തൊക്കെ വരത്തുള്ളൂ, വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് കയറിപ്പോവും. ഇപ്പോൾ 30 മിനിറ്റ് ഇടാൻ ഞാൻ ഇട്ടിട്ടുണ്ട്, വരട്ടെ. ഇതുണ്ടോ പ്രൈസ് രാവിലെ ഇങ്ങനെ വന്നു, 30 മിനിറ്റ് വന്നു, 30 മിനിറ്റ് ടച്ച് ചെയ്തു, നേരെ കയറിപ്പോയി അല്ലേ? ഇന്നലെ എന്തായിരുന്നു, ഇന്നലെയും സെയിം ആയിരുന്നു, ഇന്നലെയല്ല, നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെയും പ്രൈസ് വന്ന് തിരിച്ച് കയറിപ്പോയി, ഇവിടെയും പ്രൈസ് വന്ന് തിരിച്ച് ഗ്യാപ്പ് അപ്പ്. ഓക്കെ, അപ്പോൾ 30 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ ഇൻ കേസ് ഈ ഒരു നമ്മളുടെ POI പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്റ്റാറിനെ ടച്ച് ചെയ്യുന്ന ക്യാൻഡിൽസിന് വേറെ കളറിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഒരു ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ആകാശ നീല കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം. ഏതൊക്കെ ക്യാൻഡിൽ സ്റ്റാർലൈനെ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് അത് ഒരു എൻട്രി പോയിന്റ് ആണ്. നോർമലി നമുക്ക് ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് കിടന്നു കഴിയുമ്പം അടുത്ത പുൾ ബാക്കിൽ നമ്മൾ ഈ സ്റ്റാർലൈൻ സപ്പോർട്ട് എൻട്രിയാണ് എടുക്കുന്നത് സാധാരണ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടത് അറിയാൻ വേണ്ടി കൂടി നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം സ്റ്റാർലൈൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറാണത്. അത് വളരെ ബുദ്ധിപരമായിട്ടും വളരെ വൃത്തിയായിട്ടും നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്റ്റാർലൈൻ ഏരിയ, അതും വളരെ ബ്യൂട്ടിഫുൾ ഒരു കണ്ടൻ്റാണ്. ഞാൻ കാണിച്ചത്. ഇതൊന്ന് ഓഫ് ചെയ്തേക്കാം. ഇതുണ്ടോ, അത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിൻ്റെ സ്റ്റാർ ലൈൻസ് ഒക്കെ എവിടേക്ക് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ലേബൽ സഹിതം കാണിക്കും. ഇതുണ്ടോ 1 മിനിറ്റ് ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ട് ഇവിടെ നിൽപ്പുണ്ട്, അതായത് ഇങ്ങനെ വരുന്നുണ്ടെന്ന് അർത്ഥം. 1 മിനിറ്റ് 30 മിനിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 30 മിനിറ്റിലേക്കാണ് അപ്രോച്ച് വന്നിരിക്കുന്നത്. വീണ്ടും നാളെ ഗ്യാപ്പ് അപ്പ് ആവും. 15 മിനിറ്റിനെ ക്രോസ് ചെയ്താണ് വന്നിരിക്കുന്നത്, പക്ഷേ അതൊരു മെയിൻ MTL റേഞ്ചിലാണ് നിൽക്കുന്നത്, ഒരു ഡിമാൻഡിലാണ് നിൽക്കുന്നത്. സോ ഇവിടുന്ന് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് തന്നെ പോകാം. അഗ്രസീവ് എൻട്രി ആണ് എടുക്കുന്നതെങ്കിൽ നേരെ സ്റ്റാർലൈനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആസുനാസ് ഇവിടെ നിന്ന് തന്നെ ഇതൊക്കെ എൻട്രി പോയിന്റ് സ്റ്റാർലൈനെ ടച്ച് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റാർലൈനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അടുത്ത് നോക്കി കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ. അതായത് ഈ ലാസ്റ്റ് ക്യാൻഡിലുണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിൽ അടുത്ത ദിവസം എപ്പോഴും ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡായിട്ട് വർക്ക് ചെയ്യും. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് ക്യാൻഡിൽ, ഓക്കെ, 2 തരത്തിലുള്ള ഇൻസൈഡ് ക്യാൻഡിൽസ് ഉണ്ട്. ഒന്ന് ISBC, അതായത് ഒരേ ഡയറക്ഷനിൽ വരുന്ന ഇൻസൈഡ് ക്യാൻഡിൽ ബാറും, അതുപോലെ തന്നെ രണ്ടാമത്തത് ഓപ്പോസിറ്റ് ISBC, ഓക്കെ, അതായത് ഓപ്പോസിറ്റ് കളറിൽ വരുന്ന ഇൻസൈഡ് ക്യാൻഡിൽ ബാറും, അതായത് ഓപ്പോസിറ്റ് വരുന്നതാണ് കൂടുതൽ പവർ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിഡൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതായത് ഹയർ ടൈം ഫ്രെയിമിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൊണ്ടുവരുവാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 15 മിനിറ്റിൻ്റെ സോൺ ഇവിടെ വരും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൻ്റെ സോൺ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ലെവലാണ് വേണ്ടതെങ്കിൽ ഈ ലെവൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെവലായിട്ട് ഇവിടെ കാണിക്കും. ആ ലെവൽ നിങ്ങൾക്ക് അതിനകത്ത് ഏത് ടൈം ഫ്രെയിമിൻ്റെ MTL ആണ് അവിടെ വന്നിട്ടുള്ളതെന്ന് കൂടി നിങ്ങൾക്ക് അവിടെ അത് എഴുതി കാണിക്കും. ഓക്കെ, കണ്ടോ, അതും പ്രോപ്പറായിട്ട് എഴുതി കാണിക്കും. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു HTF, അത് ഹയർ ടൈം ഫ്രെയിം സ്റ്റാർ ലൈൻ്റെ തന്നെ ഒരു കോംബോ ട്രേഡ് ആണത്. അത് നമുക്ക് മെയിൻ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതിപ്പോൾ ഇൻ കേസ് ഹയർ ടൈം ഫ്രെയിമിൻ്റെ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചേക്കുക, അതിൻ്റെ മേളിൽ ഈ പ്രൈസ് നിൽക്കുന്നു ഓൾറെഡി, ഈ സംഭവങ്ങളെല്ലാം അതിൻ്റെ മേളിലാണ് കിടന്ന് കളിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോഴും ഒരു വളരെ സേഫ് സോണിലാണെന്ന് മനസ്സിലാക്കി ട്രേഡ് എടുത്ത് പോകും. മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SMCയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. SMCയുടെ MS മൊമെൻ്റം ഷിഫ്റ്റ് എവിടെ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ BS എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഇതിനെ BOS എന്ന് പറയും. അതുപോലെ തന്നെ OB വേണമെന്നുണ്ടെങ്കിൽ OB ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. FEG വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു ട്രേഡിംഗ് ജേണലുണ്ട്. ഇവിടെ നിങ്ങളിത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ജേണലിൻ്റെ ഏരിയ വരും. ഇതുണ്ടോ, ഇവിടെ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ ഇവിടെ ചെയ്ത് വെക്കാം. ഓക്കെ, കണ്ടോ, വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഏതാണ്, ക്യാൻഡിൽ ഓൺ ചാർട്ട്. അത് ഈ ചാർട്ട് ഇപ്പം നിങ്ങൾ എത്രയാണ്, 5 മിനിറ്റിലാണ് കിടക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം ഇത് സ്പ്ലിറ്റാക്കി 2 സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും അല്ലേ. അതിന് ഒരു വഴിയാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിനകത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും. ഇവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു ചാർട്ടും കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് 15 മിനിറ്റ് കാണണം. ആ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ഇത് ബാങ്ക് നിഫ്റ്റിയാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് നിഫ്റ്റിയുടെ കാണണം. കാരണം നിങ്ങൾ കോറിലേഷൻ വെച്ചാണ് ട്രേഡ് എടുക്കുന്നത്. രണ്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം. അതും പറ്റും. ഇൻ കേസ് നിങ്ങൾ അതായത് നിങ്ങളൊരു സ്റ്റോക്കിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ചെയ്യുമ്പം, അതായത് ഒരു ബാങ്കിങ് സ്റ്റോക്ക് ആണെങ്കിൽ ആ സ്റ്റോക്കിനകത്ത് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണണം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ ആഡ് ചെയ്യാം. ആ അപ്ഡേറ്റ് ഞാൻ ഇതിനകത്ത് ഉടനെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.